ഈശോയിൽ പ്രിയരെ, ഇന്ന് സെപ്റ്റംബർ 4 ബുധനാഴ്ച. വചന സന്ദേശം 3-ാം മണിക്കൂർ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലംപറ്റത്താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകാൻ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. പ്രിയമുള്ളവരെ, അബ്രാഹത്തിൻ്റെ കൂടാരവാതിക്കൽ അബ്രാഹം മരിക്കുമ്പം 3 ആളുകൾ തനിക്കെതിരെ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് അവരെ വണങ്ങുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുള്ള വലിയ ദാഹത്തോടെ, ആതിഥ്യ മര്യാദയോടെ ഇടപെടുന്ന അബ്രാഹത്തെ നമുക്ക് കാണാം. അബ്രാഹത്തിൻ്റെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച കുറേ കാര്യങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് ഇവിടെ നമുക്ക് വരിക. നമുക്കിവിടെ അബ്രാഹത്തിന് ഈ വലിയ ഒരു ആതിഥ്യ മര്യാദ, അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് വേണ്ടതെല്ലാം സാറായും അബ്രാഹവും കൂടെ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നു, കൊടുക്കുന്നു, അവരെ സൽക്കരിക്കുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ട് അവർക്ക് സാറായിക്ക് ഒരു മകനെ കൊടുക്കുവാൻ ദൈവം തിരുമനസ്സാവുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ ആദരിക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ, പ്രതിഫലേച്ഛ കൂടാതെ എല്ലാം പാവപ്പെട്ടവർക്ക്, മറ്റുള്ളവർക്ക്, അതിഥികൾക്ക് കൊടുക്കുവാനുള്ള മനോഭാവം നമുക്ക് കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരുന്ന ആ വലിയ അനുഗ്രഹം സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അബ്രാഹത്തെ പോലെ, സാറായെ പോലെ ആ അതിഥികളെ സൽക്കരിച്ചതിൻ്റെ പരിണിത ഫലം അടുത്ത ദിവസം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ജീവിതത്തിലെ നൈർമല്യമായതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ മാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. നമുക്കതിനുള്ള കൃപ കിട്ടാൻ അടുത്ത പ്രഭാതത്തിലെ വലിയ അർപ്പണത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.